കയ്യിൽ പഴം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മളെ പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുങ്ങനെ ഒന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ചെറുങ്ങനെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കുക. എന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് അത് കുതിർന്ന് വന്നോട്ടെ. നമ്മൾ വേറെ ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 അല്ലി ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. മുട്ട നല്ലോണം ഒന്ന് അടച്ചു കൊടുക്കുക ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അകത്തേക്ക്. എന്നിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ച ഒരു സേമിയ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വാട്ടി വെച്ച ആ ഒരു പഴയില് അത് ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. മുഴുവൻ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു പോള ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.